മരണലാരുണ്യത്തിലും സ്നേഹദൂതന്റെ അവദാനങ്ങളാണ് വാഴ്ത്തപ്പെടുന്നത്. രക്ഷകന്റെ കരുണ തേടിയുള്ള പ്രാർത്ഥനാഗീതങ്ങളാണ് ചുറ്റും മുഴങ്ങുന്നത്. അറബ് ലോകത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾക്കാവട്ടെ ഇത് ഉറക്കമില്ലാ നാളുകൾ. ആണ്ടറുതിയുടെ ഈ തണുത്ത രാത്രികളിൽ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് ഗൾഫിലെ ക്രൈസ്തവ സമൂഹം ക്രിസ്മസിനെ വരവേൽക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്കൊപ്പം അങ്ങനെ ഇവരും കണ്ണുചേർക്കപ്പെടുന്നു. ഉപജീവനത്തിനെത്തിയ മണ്ണിൽ അനുവദിച്ചു കിട്ടിയ ആരാധനാ സ്വാതന്ത്ര്യത്തിനാണ് ക്രൈസ്തവ സമൂഹം മനസ്സ് നിറഞ്ഞ് നന്ദി പറയുന്നത്. യുഎഇയിലും ഒമാനിലും ബഹ്റൈനിലും കുവൈറ്റിലുമൊക്കെ നാട്ടിലേതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ അവസരമുണ്ട്. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത് എന്ന നിർബന്ധവും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ മാത്രമല്ല, തൊഴിലിടങ്ങളിലും ലേബർ ക്യാമ്പുകളും വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ ഇവർക്ക് പ്രിയങ്കരമാണ്. അവിടെയൊക്കെ കാണാം ഉണ്ണിയേശുവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരിത്തിരി മെഴുകുതിരി വെട്ടവും. ഗൾഫിലെ കരോൾ സംഘങ്ങൾ ഇപ്പോൾ ആത്മനിർവൃതിയുടെ മനസ്സറിഞ്ഞു പാടുകയാണ്. വിദ്യാലയങ്ങൾക്ക് അവധി ലഭിച്ചതോടെ കുട്ടികൾക്കും ഇത് ആഹ്ലാദ പൊലിമയുടെ നല്ല നാളുകൾ. ഒപ്പം നാടിന്റെ ഓർമ്മകളും കൂട്ടുകുടുംബത്തോടൊപ്പമുള്ള ക്രിസ്മസ് ദിനങ്ങളും ഇവരുടെ ഓർമ്മകളിൽ ഇരച്ചെത്തും. ഇക്കുറി ടീടോക്കിലൂടെ നാടിന്റെയും പ്രവാസ ലോകത്തിന്റെയും ക്രിസ്മസ് അനുഭവങ്ങളാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. തിരസ്കാരമാണ് ഏറ്റവും വലിയ ബലിയെന്ന് പഠിപ്പിച്ച രക്ഷകന്റെ ജീവിത സ്മരണകളിലൂടെ ഇതാ ഒരു സഞ്ചാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. Come, let's chat on San for Tea Talk. It's me, Chris, with you. ഇക്കുറി ടീ ടോക്കിൽ നമ്മോടൊപ്പം ഫാദർ ടി എ ഫിലിപ്പ്, പത്തനംതിട്ട റാന്നി പെരുന്നാട് സ്വദേശി, മലങ്കര ഓർത്തഡോക്സ് സഭ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി. 1999-2002 കാലഘട്ടത്തിൽ ദുബായ് സെയിന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അറിയപ്പെടുന്ന പ്രഭാഷകൻ റെവറൻഡ് ഡോക്ടർ ജോൺ ഫിലിപ്പ് അട്ടത്തറയിൽ, അബുദാബി മാർത്തോമ പള്ളി വികാരി, 3 വർഷമായി യുഎഇയിൽ. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയാണ് ഫാദർ ജോൺ ഫിലിപ്പ്. അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ്. പോൾ ജോർജ് പൂവത്തിൽ, 17 വർഷമായി യുഎഇയിൽ. ആലപ്പുഴ മാവേലിക്കര സ്വദേശിയായ പോൾ ഷാർജയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇൻഡോ ഗൾഫ് മലയാളി ഫോറം ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയാണ്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്നു. റാണി ആന്റണി, കോട്ടയം പാലാ സ്വദേശിനിയായ റാണി കഴിഞ്ഞ 8 വർഷമായി ദുബായിൽ നഴ്സായി ജോലി ചെയ്യുന്നു. ഒപ്പം ദുബായിലെ സെയിന്റ് മേരീസ് ചർച്ച് ക്വയർ മെമ്പർ കൂടിയാണ്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസം. ഫാദർ ഫിലിപ്പ്, നാട്ടിലെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഡിസംബർ ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും സ്റ്റാർസ് കാണാം. അങ്ങനെ ഒരു എൻവയൺമെന്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നത് പോലെ ഇവിടെ ഞങ്ങൾ കാണുന്നത് മോൾസിലുള്ള ട്രീ കണ്ടിട്ടാണ്, ക്രിസ്മസ് ട്രീ കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. നാട്ടിലത്തെ ക്രിസ്മസും ഫാദർ ഇവിടെ കാണുന്ന ക്രിസ്മസിനും എന്താണ് ഡിഫറൻസ് ഉള്ളത്? പ്രധാനമായിട്ടും നാട്ടിലെ ക്രിസ്മസും ഈ പ്രവാസി ജീവിതത്തിലെ ക്രിസ്മസും തമ്മിലുള്ള ഡിഫറൻസ്, നാട്ടിലെ സാംസ്കാരിക തനിമ ഇവിടെ ആവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവാസി മലയാളിയുടെ സംസ്കാരമാണ്. അപ്പോൾ അവർ ഒരുപക്ഷെ അവരുടെ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ വീടിന് പുറത്ത് ഈ നക്ഷത്രം തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിലും മനസ്സുകൾക്കുള്ളിൽ ഇപ്പോഴും നന്നായിട്ട് നക്ഷത്രം തെളിയിക്കുന്നവരാണെന്നാണ് എൻ്റെ ഈ പ്രവാസി ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നാട്ടിലിപ്പോൾ നക്ഷത്രം പുറത്ത് തെളിയിക്കുന്നുണ്ടെങ്കിലും അകത്ത് വെളിച്ചമില്ലാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറെ കൂടെ ഒരു വൈബ്രൻ്റ് ക്രിസ്മസ് ഇവിടെ നക്ഷത്രങ്ങളുടെ അഭാവത്തിലും ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട. ശരിക്കും പ്രവാസ ലോകത്തെ ഈ ഒരു ആസ്പെക്ട് തന്നെ എടുക്കാം. ഓർഗനൈസേഷൻസ് പോലും ജാതി മതഭേദമന്യേ ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസം ഓരോ വീക്കെൻഡും ആൾക്കാരങ്ങ് എല്ലാം ബുക്ക് ചെയ്ത് അത്രയ്ക്ക് വലിയൊരു ആഘോഷമാണ്. ഒരു ഓർഗനൈസേഷൻ ക്രിസ്മസിനെ കാണുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ എങ്ങനെയാണ് അതിന്റെ സപ്പോർട്ട് അല്ല? എനിക്കത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ക്രിസ്മസും എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ആഘോഷിക്കാനുള്ള അനുവാദം ഇവിടുത്തെ ഭരണാധികാരികൾ നൽകുന്നതിന് അവർക്ക് ദൈവത്തോട് നന്ദി പറയുകയാണ്. അവരുടെ ദീർഘായുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നാട്ടിലും ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്, ഇവിടെയും ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. നാട്ടിലെ ആ തനിമ നഷ്ടപ്പെടാതെ തന്നെ എനിക്കിവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പിന്നെ ഇപ്പം തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി കരോൾ ഗ്രൂപ്പുകൾ വീടുകളിൽ സന്ദർശനം നടത്തി കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും വീടുകളിൽ ചെന്നിട്ട് ക്രിസ്മസിൻ്റെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പള്ളികളിൽ ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കിപ്പോൾ 24-ാം തീയതി രാത്രിയിലാണ് ക്രിസ്മസിൻ്റെ മാസ് നടക്കുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യവും ഒക്കെയുള്ളൊരു പ്രദേശത്ത് നിൽക്കുമ്പോൾ എനിക്ക് നാട്ടിൽ നിൽക്കുന്നതായിട്ട് നാട്ടിലിവിടെയായിട്ടൊരു വ്യത്യാസമേ തോന്നില്ല. ഇതുകൂടാതെ നമുക്ക് ക്രിസ്മസ് ട്രീ അല്ലെ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇവിടെ ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് സ്ട്രീറ്റുകളിൽ ഓരോ പിന്നെ ഹൗസിംഗ് കോളനി കൂടെ നടന്നു കഴിഞ്ഞാൽ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഇവിടെയുണ്ട്. അത് വളരെ സന്തോഷമുള്ള ഒരു പോയിന്റിൽ ശരിക്കും ഒരു മൾട്ടി റേഷ്യൽ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. ഇപ്പോൾ അബുദാബിയിൽ നിന്നും ഫാദർ ജോൺ, അവിടെ എങ്ങനെയാണ് ഇത്രയും പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ സെലിബ്രേഷനിൽ വ്യത്യാസമുണ്ട്, അതോ എല്ലാവരും ഒരുമിച്ച് ഒരു ആഘോഷമാണോ ഉള്ളത്? ഡിസംബർ ആരംഭിക്കുന്നതോടുകൂടി തന്നെ അബുദാബിയിലെ മുസ്ലിം വിഭാഗങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പാട്ട് പഠിക്കാൻ കൂടുന്ന രംഗമാണ് ഞാൻ താമസിക്കുന്ന ഭാഷയിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ആംഗ്ലിക്കൻ ചർച്ചിന്റെ കോമ്പൗണ്ടിൽ പല തരത്തിലുള്ള പല നാഷണാലിറ്റിയിലുള്ള ശ്രീലങ്കക്കാര്, ഫിലിപ്പിനോകള്, ലോകത്തിലെ ഒരു ആഫ്രിക്കൻസ്, എത്യോപ്യക്കാര്, ലോകത്തിലെ എല്ലാ കോണിലുള്ള മൾട്ടി നാഷണലായുള്ള ആളുകളുടെ സമൂഹങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉള്ള പരിമിതമായ സ്ഥലത്തിനുള്ളിൽ ഒരുവിധം വിശാല കോമ്പൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഏതാണ്ട് 40ഓളം കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൊടുക്കുക. ഞാൻ അവസ്ഥയിൽ തൊട്ടടുത്ത് തന്നെയാണ് കാതലിക് ചർച്ച്. ആ കാതലിക് ചർച്ചും എനിക്ക് വീട്ടിൽ നിന്ന് കാണാം, അതിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ ഫിലിപ്പിനോകള്, ഇന്ത്യക്കാര്, ശ്രീലങ്കക്കാര്, ഫ്രഞ്ചുകാര്, ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും കാതലിക് കോമ്പൗണ്ടിൽ തടിച്ചു കൂടുന്നവരാണ്. അവരവരുടേതായ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളാണ്. അതുപോലെ തന്നെ അബുദാബി ഞാൻ കാണുന്ന ഒരു കാഴ്ച പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്മസ് റൗണ്ട്സിന് വേണ്ടി പ്രത്യേകിച്ച് കേരള ക്രിസ്ത്യാനികളുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഞങ്ങളുടെ പള്ളിയായ മാർത്തോമ പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നൊക്കെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പകലന്തിയോളം കേരളത്തിൽ അടുത്ത കാലത്ത് വന്നവർ ജോലിക്ക് വേണ്ടി സമയം ചെലവിട്ടാലും വൈകുന്നേരം 8 മണി 8:15 മണിയോടുകൂടെ ഒരുങ്ങി തയ്യാറെടുത്ത് ചെറു ടീമുകളായി ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 4 ടീമുകൾ അബുദാബിയിലെ പല സ്ഥലങ്ങളിൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ രാത്രി 11 വരെ സന്ദർശിച്ച് വീടുകളിൽ പോയി സന്ദേശം അറിയിച്ച് മടങ്ങി വരുന്ന മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. മാത്രമല്ല ക്രിസ്മസിന് വേണ്ടി വിവിധ പ്രോഗ്രാമുകൾ, ക്രിസ്മസ് കാരൽ സർവീസിന് സ്പെഷ്യൽ പ്രോഗ്രാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, സ്കിറ്റുകൾ, വിവിധ ഡ്രാമകൾ, അറബി ഡാൻസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ യുവജനങ്ങളും കുട്ടികളൊക്കെ തയ്യാറെടുക്കുന്നതാണ്. അല്ല, ഈ നാട്ടിൽ നടക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ തന്നെയല്ലേ? എൻ്റെ 27 വർഷത്തെ പട്ടത്തു ശുശ്രൂഷയിൽ ഇതുപോലെ ഒരു കാലഘട്ടം ഞാൻ അനുഭവിച്ചിട്ടില്ല. നാട്ടിലെ കേരളത്തിലും ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ക്രിസ്മസ് ഒരു പതിവ് പരിപാടികളായിട്ട് നീങ്ങുമ്പോൾ ഇവിടെയുള്ള യുവജനങ്ങൾ ക്രിസ്ത്യൻ സമൂഹങ്ങളൊക്കെ പുതുമയുള്ള, മാത്രമല്ല ഈ രാജ്യത്തിന്റെ മതതീഷ്ണതയുടെയും ഈ രാജ്യത്തിന്റെ പ്രത്യേകതയുടെയും ഇവിടെ വന്നു കിട്ടിയ പരിശീലനത്തിലൊക്കെ വിളിച്ചത് പുതുമയുള്ള പരിപാടികളിലൂടെ ക്രിസ്മസ് കുറെ കൂടി ഹൃദയത്തോടെ, അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന വൈദികരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇവിടെ തന്നെ തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. മറ്റ് താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ജനങ്ങളുടെ ആവേശവും ഉത്സാഹവും ഓരോ പ്രവർത്തനങ്ങളോട് കാണിക്കുന്ന പൂർവ്വം അതൊക്കെയാണ് കൂടുതൽ ആകർഷകമായി തോന്നുന്നത്. നമ്മൾ ആഘോഷങ്ങളുടെ കാര്യം പറഞ്ഞു. ആഘോഷം ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത് വീട്ടിൽ തന്നെയായിരിക്കും. വീട്ടമ്മമാർക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഫുൾ ടെൻഷനാണ്. ഇവിടെ ശരിക്കും നാട്ടിലുള്ളതുപോലെ സഹായിക്കാൻ ആൾക്കാർ കുറവായിരിക്കും, അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഘോഷം കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തേക്കുള്ള പണി ഉണ്ടാവും. എങ്ങനെയാണ് ക്രിസ്മസിന് കാണുന്നത്? ശരിക്കും ഒരു പരിധിവരെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ആഘോഷങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നാട്ടിൽ നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ ആ സന്തോഷവും അനുഭവങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും മിസ്സാകാതെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ വീട്ടിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈവൻ പ്രാർത്ഥനയുടെ കാര്യത്തിലാണേലും ക്രിസ്മസ് ട്രീയും ക്രിബും ഉണ്ടാക്കുന്ന കാര്യത്തിലാണേലും ഫുഡും എല്ലാ കാര്യത്തിലും അങ്ങനെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക ഒരു ആഘോഷം തന്നെയാണ് ഡിസംബർ 1 തൊട്ടൊരു 25 വരെ. പലപ്പോഴും ഈ ഫുഡ് എന്ന് പറയുമ്പം എല്ലാം മറ്റേ വിളിച്ച് പറഞ്ഞ് ഓർഡറിൽ വരുന്ന ഫുഡ് അങ്ങനെയാണോ, അതോ വീട്ടിൽ നാട്ടിലത്തെ അതേ രീതിയിൽ തന്നെ വീട്ടിലുള്ള കുക്കിംഗ് ആണോ? ക്രിസ്മസിന് ഓർഡർ ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയും ബീഫ് ഫ്രൈയും അതാണ് നമ്മുടെ ഒരു മെയിൻ. ഇപ്പൊ നാട്ടിലത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ആഘോഷം വേറെ രീതിയിൽ, തെറ്റായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ചിട്ടയിൽ, സന്തോഷത്തിൽ, ഒത്തൊരുമയ്ക്കും മനസ്സിലുള്ള തെളിവൊന്നുമല്ല നാട്ടിൽ കാണുന്നത്. ഇത് കേട്ടുകേൾവിയാണോ അതോ സത്യമാണോ? അല്ല, ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ വേണം. അതായത് ഈ ക്രിസ്മസിൻ്റെ ആചരണവും ക്രിസ്മസിൻ്റെ ആഘോഷവും തമ്മിൽ നമ്മളൊരല്പം വ്യത്യസ്തത കാണും. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നൊരു കാര്യം ക്രിസ്മസ് ആചരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത് നാട്ടിൽ ഒരു ആഘോഷത്തിൻ്റെ ഒരു ലെവലിലേക്ക് മാറുന്നതുകൊണ്ട് ക്രിസ്മസിൻ്റെ യഥാർത്ഥ അന്തരാത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നൊരു രീതി കാണുന്നു. അത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് അവനവൻ്റെ മതിലുകൾക്കുള്ളിൽ മാത്രം ക്രിസ്മസ് ആഘോഷിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഇവിടുത്തെ പോലെ ഒരു തുറവിയുടെ ഒരു ഓപ്പൺനെസ്സിൻ്റെ ഒരു ക്രിസ്മസ് അവിടെ കാണാനില്ല. ഇപ്പം വീടുകളിലൊക്കെ പ്രായമുള്ളവരൊക്കെ മാത്രമേ ഉള്ളൂ. അവിടെ ഇവരെ യഥാർത്ഥത്തിൽ ഈ മക്കൾക്കൊന്നു പോയി അന്ന് സന്ദർശിക്കാനോ കാണാനോ അവരോടൊത്ത് ക്രിസ്മസ് ആഘോഷിക്കാനോ തക്കോണമുള്ള ഒരു സംവിധാനം ഇപ്പം നാട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ ക്രിസ്മസ്, ഞാനെപ്പോഴും പറയാറുണ്ട്,
ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കൺ എന്ന് പറയുന്നത് തുറന്ന ഒരു പുൽക്കൂടാണ്. അവിടെ തുറവിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് അടഞ്ഞു തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഓരോ വർഷം കഴിയും തോറും ആ ക്രിസ്മസിൻ്റെ ആഘോഷപരമായ കാര്യങ്ങൾ അല്പം ഇമ്പ്രൂവ് ചെയ്യും, എന്നാൽ ആചരണം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു സങ്കടം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. നേരത്തെ ഫാദർ ഫിലിപ്പ് പറഞ്ഞതുപോലെ വീടിന്റെ പുറത്തൊരു നക്ഷത്രം തെളിയിക്കുന്നതിലുപരി ഞങ്ങൾ വെച്ചിരിക്കുന്ന ഈ തൊപ്പിയിലൂടെ സാന്റാക്ലോസിനെ മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ക്രിസ്മസ് കാലം മുഴുവനും സംഗീതം കൊണ്ട് നിറഞ്ഞതാണ്, സംഗീതാത്മകമാണ്, കാരൽസ് ആണ്. ആൻഡ് ജിംഗിൾ ബെൽസിന്റെ ഒരു പഴയ ഒരു തീമോ അല്ലെങ്കിൽ അതിന്റെ പുതിയ വേർഷൻസോ അതിന്റെ റോക്ക് വേർഷൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ കാരൽ സംഗീതം അത് മറ്റൊരു തലത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഒരു വീട്ടമ്മയും ഒരു കാരൽ സിംഗർ എന്ന രീതിയിൽ എന്താണ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? രാത്രിതൻ കൈകളിൽ ഉണ്ണിയേശു പിറന്ന ദിനം, രാത്രിതൻ കൈകളിൽ ഉണ്ണിയേശു പിറന്ന ദിനം, മേരി തൻ നോമലായി മാനവർ തൻ നാഥനായി മഞ്ഞിൽ പൊതിഞ്ഞ രാവിൽ വാനിൽ ദൂതർ പാടി, മഞ്ഞിൽ പൊതിഞ്ഞ രാവിൽ വാനിൽ ദൂതർ പാടി, ഗ്ലോറിയ 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 ഗ്ലോറിയ. ക്രിസ്മസ് കാരൽസിന്റെ ഒരു മ്യൂസിക്കൽ ടച്ച്, ആ മ്യൂസിക്കൽ ടച്ചിൽ നിന്നും ഇവിടെ പ്രവാസികളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോലും സമയം പരിമിതമാണ്. ഇപ്പോൾ ഓർഗനൈസേഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നത്? ജോലിയെല്ലാം സമയം കഴിഞ്ഞേച്ച് ഒരു ഏതാണ്ട് 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടും. ഇപ്പം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓൾ കേരള കോളേജ് അലുമിനി ഫോറം ഞങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ ഗംഭീരമായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താറുണ്ട്. ക്രിസ്ത്യൻ ചിലപ്പോൾ അറിയാവുന്ന പോലെ കേരളത്തിലെ ഏതാണ്ട് 60-ൽ പരം കോളേജ് അലുമിനികൾ ചേരുന്ന ഒരു കോമൺ ഫോറമാണ് അക്കാഫ് എന്ന് പറയുന്നത്. അപ്പം ഓരോ കോളേജുകളും മത്സരമാണ് അവരുടെ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാൻ വേണ്ടി. ക്രിസ്മസ് ട്രീയുടെ ഒരു മത്സരമുണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ കാണുന്നതിലൊക്കെ എത്രയോ ആവേശത്തോടു കൂടിയാണ് ആ മനോഹരമായിട്ടാണ് ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് കഴിഞ്ഞ വർഷങ്ങൾ കണ്ടത്. അതുപോലെ ക്രിസ്മസ് ഇതുപോലെ കൊയർ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ. അപ്പം ഇതിനെല്ലാം സമയം കണ്ടെത്തിയ ഒരു ആവേശത്തോടുകൂടി എല്ലാവരും അടുത്ത വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സെലിബ്രേഷന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈവൻ കുട്ടികൾ പോലും അവർക്കൊരു വലിയ സന്തോഷമാണ് ഇതിൽ കൂടെ നൽകുന്നത്. ഇവിടുത്തെ ക്രിസ്മസ് എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു ഡേ അല്ല ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സീസണാണ്. സീസൺ ആകുമ്പോൾ ഈ കേരള സംഗീതം പഠിക്കുന്ന കാര്യം തന്നെ പറഞ്ഞല്ലോ, അത് 1-2 ദിവസം കൊണ്ട് നടക്കുന്നില്ല, മാസങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും സമയം കൃത്യമായിട്ട് ക്രമീകരിക്കാനും, അതുപോലെ തന്നെ വീട്ടമ്മമാർക്കാണെങ്കിലും ഒരാഴ്ചയെങ്കിലും കാണും ആ ക്രിസ്മസിൻ്റെതായ സെലിബ്രേഷനും പിന്നെ എൻ്റെ ഹാങ് ഓവറും എല്ലാം. ഈ ഗാനപരിശീലനം തന്നെ ഒരു ആഘോഷം. ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് എല്ലാവരും കൂടെ കൂടുന്നു, അവിടെ തന്നെ പാട്ട് പഠിക്കുന്നു, പിന്നെ അവിടെ തന്നെ ഫുഡ് കഴിക്കുന്നു. അതൊരു പിന്നെ പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം ഇതിലൂടെ നടക്കുന്ന ഒരു ബോണ്ടിങ്, അതാണ് ഏറ്റവും പ്രധാനം. പല ഫാമിലീസും വരുമ്പോൾ ബോണ്ടിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങളുടെ കുടുംബത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റ് ഫാമിലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ, എൻ്റെ ബ്രദർ, എൻ്റെ ചേച്ചി, എൻ്റെ അമ്മ, ഞങ്ങൾ 3 ഫാമിലീസും അമ്മയുണ്ട് ഇവിടെ. ഡിസംബർ 1-ാം തീയതി അല്ല 31 നവംബർ 31 ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. നമുക്ക് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ആഘോഷങ്ങൾക്ക് പുറത്തുനിന്ന് അധികം ആളെ വിളിച്ചില്ലേലും ഇഷ്ടം പോലെ തന്നെ ആൾക്കാരുണ്ട്. കുഞ്ഞു പിള്ളേരെല്ലാം കൊണ്ട് 5-6 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ട് പരസ്പരം പ്രാർത്ഥിക്കുകയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു കുറി എടുക്കുകയാണ്. ആർക്കും ആരെയും അറിയില്ല. ഇടയ്ക്ക് ഭയങ്കര സർപ്രൈസാണ്, ക്ലൂ കൊടുക്കും ആരാണ് നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം 15-നാണെങ്കിൽ ഇടയ്ക്ക് വേറെ ചെറിയൊരു ഗിഫ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നല്ല അച്ഛൻ പറഞ്ഞ ഒരു ബോണ്ടിങ്. നല്ലൊരു ന്യൂ ഇയറിലേക്ക് വരുമ്പം നമുക്ക് ഏതാണ്ട് ഒരു പ്രത്യേക സ്പിരിറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ഫെലോഷിപ്പിൻ്റെ അല്ലെങ്കിൽ ബോണ്ടിങ്ങിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവണമല്ലോ. അത് ഓൾറെഡി ഈ ക്രിസ്മസിലൂടെ ഇങ്ങനെ ആയി വരികയാണ്. എല്ലാവരും തമ്മിൽ ബന്ധപ്പെടാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യാനും, പ്രത്യേകിച്ചും ഈ കേരള സംഗീതത്തിനായിട്ട് ഹൗസ് വിസിറ്റ് നടത്തുമ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ഒരു കാര്യം ഇപ്പോൾ ഫാദർ പറഞ്ഞൊരു കാര്യത്തിൽ തൊഴിലാളികൾക്ക് കേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ജോയിന്റ് ഫാമിലി ഉള്ളവർക്ക് ആഘോഷവും സന്തോഷവും അതിൻ്റെ ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ടെത്തൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ
ഇവിടെ ലേബർ ക്യാമ്പിലും അല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷിക്കാൻ പറ്റാതെ വരുന്ന ഒരു വിഷമം എങ്ങനെയാണ് അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇപ്പോൾ അബുദാബിയിലാണെങ്കിലും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും എങ്ങനെയാണ് അതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും? ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു കാഴ്ച, കുടുംബമായിട്ട് താമസിക്കുന്ന വിദ്യാസമ്പന്നരായ നല്ല ജോലിയുടെ ഒരു ഭാഗം ഒരു വശത്ത്, മറുവശത്ത് നാട്ടിലെ കുടുംബത്തെ പോറ്റാനായും സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാനായിട്ടും ചെറിയ തൊഴിലുകൾ പഠിച്ചിട്ട് ഇവിടെ വന്ന് ചെറിയ കമ്പനികളിൽ ഫാമിലി വിസ ഇല്ലാതെ അതോടൊപ്പം തന്നെ വർക്കേഴ്സ് വില്ലേജ് താമസിച്ചുകൊണ്ട് പരിമിതത്തിൽ ജീവിക്കുന്ന വലിയ ഭാഗം. വർക്കേഴ്സ് വില്ലേജിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിന്റെ മധ്യത്തിൽ ഇവരാണ് കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നത്. കുടുംബം അടുത്തില്ല, ഭാര്യയില്ല, മക്കളില്ല, മാതാപിതാക്കളെ കാണാൻ വർഷത്തിലൊരിക്കൽ പോലും കഴിയാത്ത ഒരു വലിയ ജനവിഭാഗത്തിന്റെ മധ്യത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ശരിക്കും യേശുക്രിസ്തു അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ യേശുക്രിസ്തു ദരിദ്രർക്ക് വേണ്ടിയുള്ള കാലിത്തൊഴുത്തിന്റെ കുറവയുടെ ഈ മറ്റുള്ളവരെ തേടി ചെല്ലുന്നൊരു സന്ദേശമായതുകൊണ്ട് ഈ വിശ്വാസത്തിന്റെ തലമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളവരെ കുറിച്ചൊരു ഉത്കണ്ഠയും ഭാരവും നല്ലവണ്ണം ഈ സമയത്തുണ്ട്. ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് കേക്ക് വിതരണമാണ്. ഇപ്പോൾ ദുബൈ കേന്ദ്രീകരിച്ച് ഈ ദുബൈയിലെ എല്ലാ പള്ളികളും ചേർന്നുള്ള ഒരു മിഷനുണ്ട്. ഇപ്പം ഈ ദുബൈയിലുള്ളൊരു സാമൂഹ്യ പ്രവർത്തന സാമായിട്ട് സെക്രട്ടറി, ഞാൻ എൻ്റെ പ്രസിഡന്റ്, ഞങ്ങൾ ദുബൈയുടെ 7 എമിറേറ്റ്സിനെ സന്ദർശിച്ച് അവിടെയുള്ള തൊഴിലാളികൾക്ക് കേക്ക് വീതം വിതരണം നടന്നു കഴിഞ്ഞു, ഷാർജ നടന്നു കഴിഞ്ഞു, ദുബൈ നടന്നു കഴിഞ്ഞു. ഇനി അബുദാബി അല്ലെങ്കിൽ നടക്കാനായിട്ട് ക്രമീകരണം ഈ അടുത്ത ആഴ്ചയിൽ നടക്കുകയാണ്. വേറെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് തൊഴിലാളികളെ വാഹനങ്ങളിൽ പോയി കൊണ്ടുവന്ന് അനുവാദത്തോടെ ഈ വർക്കേഴ്സ് വില്ലേജുകളുടെ അനുവാദത്തോടുകൂടെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പ്രോഗ്രാം നടത്തി അവരുമായുള്ള ഒരു റാപ്പോർട്ട് അതുകൊണ്ട് അവസാനിക്കാതെ പിന്നെയും ഇവരെ ഫോൺ വിളിക്കുകയും ബന്ധങ്ങൾ പുതുക്കുകയൊക്കെ ചെയ്യാൻ യുവജനങ്ങളെ പ്രേരിപ്പിക്കുകയും ക്രിസ്മസ് സമ്മാനങ്ങളുമായിട്ട് പുതുവർഷത്തെ കൂടെ വരവേൽക്കുന്ന പരിപാടികൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ പള്ളികളിലൊക്കെ തന്നെയുള്ള ഒറ്റപ്പെട്ടു പോയ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് അതാത് ഭാഗത്തുള്ള പ്രേ ഗ്രൂപ്പുകളെ പിന്തുണ കൊടുക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചുരുക്കം ചിലരെ ആളുകളെങ്കിലും നാട്ടിൽ പോകാത്തവർക്ക് എയർ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് നാട്ടിൽ പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കാനും നമ്മുടെ പള്ളികളിലൊക്കെ യുവജനങ്ങൾ തയ്യാറാകും. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഈ ലേബർ ക്യാമ്പുകൾ, ഞങ്ങൾ കുറേ സാമൂഹിക പ്രവർത്തകർ കൂടി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ലേബർ ക്യാമ്പുകളിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് അവരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നു. കാര്യം അവർ നമ്മളൊരു ഗ്രൂപ്പായിട്ട് അവരോട് ചെന്നിട്ട് ക്രിസ്മസ് കാരോൾ സോങ്സ് പാടുകയും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്യും. അവരനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എന്ന ആഘോഷം അന്വർത്ഥമാകുന്നത് അവരോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കും. ഞങ്ങൾ ഈ വർഷവും ഈ ക്രിസ്മസിൻ്റെ ദിവസം വീട്ടിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരോടൊപ്പമാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ചിലവഴിക്കുന്നത്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ. ഈ കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഇവിടെ ഈ തൊഴിൽ മേഖലയിൽ. അപ്പം അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ഫെലോഷിപ്പാണ്. ആരെങ്കിലും അവരെ അന്വേഷിച്ചു, ആരെങ്കിലും അവരെ ഒന്ന് വിഷ് ചെയ്തു, അവർക്ക് ആരെങ്കിലും ഒരു സ്നേഹം പകർന്നു കൊടുത്തു. അത് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ എനിക്ക് തോന്നുന്നു ക്രൈസ്തവ സംഘടനകളായിട്ടും ഇടവുകളായിട്ടും അതുപോലെ തന്നെ സെക്യുലർ സംഘടനകളായിട്ടും സാധിക്കുന്നുണ്ട്. അത് ഈ പ്രവാസി ലോകത്ത് മാത്രം കാണുന്നൊരു കാര്യമാണ്. കേരളത്തിൽ ഇതില്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവനവൻ മിക്കവാറും ഒക്കെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ മാത്രമേ അവരുടെ ക്രിസ്മസ് നിലനിൽക്കുന്നു. അതുകൊണ്ട് പോൾ പറഞ്ഞ പോലെ കുറേ കൂടെ ഒരു വൈഡർ സ്പെക്ട്രം നമ്മൾ കാണുന്നു. ഇവിടെ കാണുന്ന വേറൊരു പ്രത്യേകത, ഇപ്പോൾ ഡിസംബർ മാസം ഒരു 1-ാം തീയതി ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു ക്രിസ്മസ് മൂഡാണ്. ഏത് ഷോപ്പിംഗ് മാളിൽ ചെന്നാലും അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എവിടെ ചെന്നാലും. പിന്നെ ഈ ക്ലൈമറ്റ് തന്നെ ഇതിന് വളരെ അനുകരിക്കുന്ന വളരെ നല്ല സുന്ദരമായ കാലാവസ്ഥ. ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ലഹരിയിലാണ് എല്ലാവരും എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നൊരു സംശയം, പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങൾ കമ്പോളവൽക്കരിക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം കൂടെ ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് വാണിജ്യവൽക്കരണം ക്രിസ്മസിൻ്റെ ആ അന്തരാത്മാവ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. കാരണം ക്രിസ്മസിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് പലപ്പോഴും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പാരഫെർനേലിയ ഓഫ് ക്രിസ്മസ്. ഇപ്പം പിന്നെ ഈ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ ഉടനെ എത്ര വിപണി നമുക്ക് കൈക്കലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചപ്പോൾ ഈ മോളുകളെല്ലാം മുഴുവനായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ക്രിസ്മസിൻ്റെ വിഭവങ്ങൾ കൊണ്ടാണ്, പുതിയ കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷേ അത് ക്രിസ്മസിൻ്റെ സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എനിക്ക് എത്ര ലാഭമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം പോലും വിറ്റ് കാശാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു വാണിജ്യവൽക്കരണം, അത് വെസ്റ്റിലെ ഒരു കൾച്ചറാണ്. അത് ഇങ്ങോട്ട് സ്ലോലി കയറി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അച്ഛൻ സൂചിപ്പിച്ചത് വാണിജ്യവൽക്കരണത്തിന്റെ ഫലമായിട്ട് ക്രിസ്മസിൽ ഏറ്റവും വിലയുള്ള ചില സന്ദേശങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതായത് ദൈവത്തിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് മനുഷ്യവർഗം എന്നുള്ളത്, ദൈവം നമ്മെ വിലയുള്ളവരായി കാണുന്നു എന്നുള്ളത്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ഒഴുക്കാണ് ക്രിസ്മസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ച് ഈ കച്ചവട മൂല്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും
യഥാർത്ഥ സന്ദേശത്തിന് കുറെ താണു പോകേണ്ടി വരും, കുറെ മറഞ്ഞിരിക്കേണ്ടി വരും. ആ മറവിയെ സംഭവിക്കുന്നതാണ് ശരിക്കുള്ള ദുരന്തം. അത് ഈ ക്രിസ്മസ് എന്നുള്ളത് ഒരു ക്രിസ്മിസിലേക്ക് പോകുന്നു. ക്രൈസ്റ്റ് ഈസ് മിസ്സിംഗ്. വീട്ടമ്മമാരുടെ എല്ലാം വലിയൊരു സങ്കടമാണ് ഈ ആഘോഷവേളയിലേക്ക് മദ്യം വീട്ടിലേക്ക് വരുന്നെന്നുള്ള കാര്യം. കാരണം നമുക്കെല്ലാവർക്കും നമ്മൾ ഓരോ സെലിബ്രേഷൻസ്, ഓരോ ഫെസ്റ്റിവൽസ് കഴിയുമ്പോഴും, നോട്ട് ഓൺലി ക്രിസ്മസ്, എന്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഷോക്കിംഗ് ന്യൂസസ് ആണ് കേൾക്കുന്നത്. കേരളത്തിൽ നാട്ടിലേക്കാൾ എത്രയോ പരിമിതമാണ് ഇവിടുത്തെ ആഘോഷം. ഇവിടെ മിതമായ ഒരു ആഘോഷം മാത്രമായിട്ടാണ് ഇവിടെ കാണുന്നത്. കുടുംബങ്ങളിലുള്ള ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് ക്രിസ്മസിന്റെ ദിവസത്തെ ഞങ്ങൾ വളരെ ഭയാനകമായിട്ടാണ് കാണുന്നത്. കാരണം ആ ദിവസം വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെ അനിഷ്ടങ്ങളാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കുട്ടികൾ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാവുന്നത് വളരെ ചുരുക്കം, വളരെ മിതമായിട്ടുള്ള ഒരു ആഘോഷം തന്നെ നടക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയം നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ആചരണത്തിന്റെയും ആഘോഷത്തിന്റെയും വ്യത്യാസം മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു പാട്ടും കൂടി, അതായത് നമുക്ക് ഈ ആഘോഷത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി നമുക്ക് കേൾക്കാം. ദൈവം പിറക്കുന്നു ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലവടക്കിൽ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര രാത്രി. ഈ പറഞ്ഞ അവസാനത്തെ ആ ഒരു വാക്കിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മന്ദഹാസം എന്നുള്ളത് മറ്റുള്ളവനെ കണ്ട് അവൻ്റെ ദാരിദ്ര്യം കണ്ട് ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പലപ്പോഴും പ്രവാസിയുടെ ആഘോഷം കാണാറുണ്ട്. അതായത് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം ഞാൻ കൊടുക്കണം എന്നുള്ള, ഞാൻ വലിയവൻ എന്നുള്ള ആ ഒരു സമത്വം നഷ്ടപ്പെടുന്ന എവിടെയോ കാണുന്നുണ്ട്. ഇതിന് ഇപ്പോൾ ആരാധനാലയങ്ങളിലൂടെ എങ്ങനെയാണ് അവരെ മിതമായി നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ സന്ദേശം എത്തിക്കാൻ കഴിയുക? ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നവർക്കും അതൊരു സന്ദേശമായാൽ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? സാധാരണഗതിയിൽ പള്ളികളിലൊക്കെ തന്നെ വൈദികർ, പൊതുവെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വൈദികർ പള്ളികളിൽ ക്രിസ്മസ് അർത്ഥവത്തായി ആചരിക്കേണ്ടതിനെ കുറിച്ച് ക്രിസ്മസ് സീസണിന്റെ ആദ്യവട്ടം തൊട്ടേ അനൗൺസ്മെന്റ് നടത്താറുണ്ട്. പൊതുവെ പള്ളികളിലെ പ്രഭാഷണങ്ങളിൽ ഈ വ്യക്തമായ താല്പര്യങ്ങളോടുകൂടി സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി അന്തരാത്മാവുള്ള മറ്റു മനുഷ്യനെ സ്നേഹപൂർവ്വമായി കാണുന്ന, വളരെ രഹസ്യമായി അവൻ്റെ ആവശ്യങ്ങൾ പങ്കുചേരുന്ന തരത്തിലുള്ള ഒരു സ്നേഹ സമ്മാനങ്ങളുടെ കൈമാറലായിരിക്കണം എന്നുള്ള പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പങ്ക് ആളുകൾ ആരും അറിയാതെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പള്ളികളിലൊക്കെ ഉണ്ട്. അത് യാഥാർത്ഥ്യം. വലിയ വലിയ തുകകൾ തരുന്ന, എനിക്ക് അറിയാം, നാട്ടിലൊക്കെ ഓപ്പറേഷന് വേണ്ടിയൊക്കെ കഴിഞ്ഞ മാസം ഒരാൾ 1,65,000 രൂപ ഒരാൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നത്. തന്നത് ആരാണെന്ന് പോലും ആ ആൾ പോലും അറിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ വലിയ പങ്കുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ് സാമ്പത്തിക ഭദ്രതയൊക്കെ വരുമ്പോൾ തങ്ങൾക്ക് തന്നെ ഒരു ഉള്ളിലുള്ള എന്താ പറയുന്നത്, കാര്യമായ കഴമ്പില്ലായ്മ ഉണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ഷൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പം അത് സമൂഹത്തിൽ ഒരു പങ്ക് നിൽക്കുന്നു. അത് സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ്. പള്ളികൾ പരമാവധി പ്രോത്സാഹനം. പിന്നെ പള്ളികൾക്കൊരു തെറ്റുണ്ട്. പള്ളികളും കുറെ കൂടെ സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള പബ്ലിക് പബ്ലിസിറ്റി കൊടുക്കാനും മീഡിയ കവറേജ് ശ്രമിക്കാനും, യഥാർത്ഥത്തിൽ പള്ളികൾ തന്നെ മീഡിയ കവറേജ് അമിതമാകുന്നതിൽ നിന്ന് തിരിഞ്ഞു വരേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വൈദികര് കോമൺ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടവജനങ്ങളെ ബോധവൽക്കരിക്കുക, ക്രൈസ്തവ വിശ്വാസികളെയും അല്ലാതെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക, ജനങ്ങൾ അതിൽ മാറുന്നതിനെ പ്രേരിപ്പിക്കുക, അതിന് മാതൃകകൾ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് നല്ല നിൽക്കുന്നത്. ഫാമിലി ദാറ്റ് സ്റ്റേസ് ടുഗെദർ ആൻഡ് ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്രത്തോളമാണ് പണ്ടത്തെ ഒത്തൊരുമിച്ചിരുന്ന പ്രാർത്ഥനയും ഇപ്പോഴത്തെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം വീടുകളിൽ കാണുന്നത്? തീർച്ചയായിട്ടും അത് ഈ പള്ളികളിലും അച്ഛന്മാരൊക്കെ ഒത്തിരി പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിസ്മസിന് അറിയില്ല, കഴിഞ്ഞ എല്ലാ വർഷങ്ങളെക്കാളും ഉപരിയായിട്ട് ഒത്തിരി പ്രിപ്പറേഷൻസ്, സ്പിരിച്വൽ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ അച്ഛന്മാരൊക്കെ ഒത്തിരി മഹത്തായ ആശയങ്ങളാണ് പറഞ്ഞതെങ്കിലും ഒരു ചെറിയൊരു ആശയം എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞുണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ബാക്കി ആ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിനെ എത്രമാത്രം സംരക്ഷിക്കാവോ അതിനെ കേന്ദ്രീകരിച്ച് അതിനൊരു സംരക്ഷണം, അതിനെ സ്നേഹിക്കില്ല, അങ്ങനെയുള്ള. അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളാകുന്ന ആ ഒരു ഉണ്ണീശോയുടെ വീട് എത്രമാത്രം അതിനെ നമ്മൾ ക്ലീൻ ചെയ്യണം, എത്രമാത്രം അതിനെ പ്രിപ്പയർ ചെയ്യണം, ആ വരുന്ന ഉണ്ണിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി, യേശുവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇക്കുറി എന്തൊക്കെയാണ് ആഘോഷങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ഞങ്ങൾ ഓൾറെഡി കരോൾ ഗ്രൂപ്പ്സ് ഓരോ വീടുകളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പള്ളിയിലെ ആരാധന 24-ാം തീയതി രാത്രിയിലാണ് ക്രിസ്മസ് ആരാധന നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടും പള്ളിയിലും അല്ലാതെയും ഒക്കെ ഞങ്ങളുടെ ചില ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ പലയിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സമയത്ത് എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നൊരു സംഭവം ക്രിസ്മസ് കാർഡാണ്.
പണ്ട് നമ്മൾ ഡിസംബർ 15-ാം തീയതി ആകുമ്പോൾ മുതൽ ഗൾഫിൽ നിന്നൊക്കെ നല്ല മനോഹരമായ ക്രിസ്മസ് കാർഡുകൾ വരും. ഞാനിവിടെ വന്ന സമയത്ത് ഞാനൊരു 200-250 കാർഡെങ്കിലും നാട്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരു കാർഡ് പോലും വീട്ടിൽ സ്വന്തം അമ്മയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലേക്ക് എന്തോ ഒരു മാറ്റം, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം ഇത്തരം കാര്യങ്ങളിൽ. ഒരു കാർഡ് 1000 പേർക്ക് നമുക്ക് അയക്കാൻ സാധിക്കും. പക്ഷേ അതിനകത്ത് നമ്മുടെ ഒരു ആത്മാംശം എത്ര ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയം. ഒരാളിനെ എഴുത്തെഴുതി സെപ്പറേറ്റ് എഴുതുമ്പോൾ ആ ആളിന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഒരു വലിയ വ്യത്യാസമാണ്. അവിടെ ചാലിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറഞ്ഞു പോകുന്നുള്ള ഒരു സംഗതി. ഇന്നത്തെ ടീ ടോക്കിലൂടെ ഒരു കാര്യം എന്തായാലും തെളിഞ്ഞിട്ടുണ്ട്. ഇക്കുറി ഈ പ്രോഗ്രാം കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നക്ഷത്രം തെളിയുന്നത് മനസ്സിലായിരിക്കും. അവർ കൈപ്പട ഒരു കത്തെങ്കിലും എഴുതും, അതിൽ ഒരു കാർഡെങ്കിലും വെക്കും. ഇക്കുറി ക്രിസ്മസ് വളരെ സ്പെഷ്യലായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ് ഓൺ സാൻഡ് ഫോർ ടീ ടോക്ക്. താങ്ക് യു വെരി മച്ച്.